മുഹമ്മദ് സാദിഖ് SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി. മുഹമ്മദ് സാദിഖ്, ഇപ്പോൾ ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ വിദ്യാർത്ഥികൾ പിടിയിലായപ്പോൾ അത് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ കലാലയത്തിൽ നിന്നും ഈ രൂപത്തിൽ കലാലയ ക്യാമ്പസിനകത്തു നിന്നും ഇങ്ങനെ ലഹരി പിടികൂടുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. അത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതിൽ നിങ്ങളുടെ സംഘടനയിലെ ഒരു പ്രതിനിധിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമായി വന്നിട്ടുള്ളത്. അപ്പുറത്ത് KSUവിൽ നിന്നും ഉള്ള പ്രതിനിധിയുമുണ്ട്. അത് ക്യാമ്പസിൽ നിന്ന് നേരത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? SFI ക്യാമ്പസുകളിൽ എങ്ങനെയാണ് ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ പോകുന്നത്? നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഒരു പ്രവർത്തകൻ ഇതിൽ പങ്കാളിയാണെന്ന് കണ്ടപ്പോൾ നിങ്ങൾ പുറത്താക്കി. ആ പുറത്താക്കൽ എന്നത് മാത്രമാണോ അന്തിമമായ പരിപാടി? എന്നെ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഒരു യാത്രക്കിടയിൽ ഗൂഗിൾ മീറ്റിലാണ് ജോയിൻ ചെയ്യുന്നത്. അതിന്റെ ഒരു സാങ്കേതിക തകരാർ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത മുൻനിർത്തിയാണ്. ഇല്ല, കുഴപ്പമില്ല, നല്ല വ്യക്തമാണ് സാർ. തീർച്ചയായും. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ SFI ലഹരിക്കെതിരായ ക്യാമ്പയിൻ ഈ ഒരു കളമശ്ശേരിയിലെ സംഭവത്തെ മുൻനിർത്തി ആരംഭിച്ചതോ ആ ഘട്ടം മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയോ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ അല്ല. വളരെ കാലങ്ങളായി തന്നെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ പ്രചാരണം ഏറ്റെടുത്ത് വളരെ സജീവമായി ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു സംഘടനയാണ് SFI. സമീപകാലങ്ങളിൽ കേരളത്തിൽ വളരെ വ്യാപകമായി ഇത്തരം വാർത്തകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇത്തരം ക്യാമ്പയിനുകളുടെ പ്രസക്തി വർദ്ധിച്ചതായി തിരിച്ചറിഞ്ഞ് വളരെ വിപുലമായ ക്യാമ്പയിനുകൾ ഞങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. ഇക്കഴിഞ്ഞ മാസത്തിൽ തന്നെയാണ് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇക്കഴിഞ്ഞ മാർച്ച് മാസം 3-ാം തീയതി ലഹരിക്കെതിരായി ക്യാമ്പസുകൾ ലഹരി വിമുക്ത മുദ്രാവാക്യം മുഴക്കുന്ന നിലയിലുള്ള വിപുലമായ ക്യാമ്പയിനുകളും പ്രതിജ്ഞയുമെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എല്ലാ വർഷത്തെയും അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കാറുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയാകട്ടെ, അരാജകത്വമാകട്ടെ, അരാഷ്ട്രീയതയാകട്ടെ, റാഗിംഗ് ആകട്ടെ, ഇത്തരം പ്രവണതകളെല്ലാം കടന്നു വരുന്നതിനോടുള്ള ഞങ്ങളുടെ പ്രതികരണം എല്ലാ കാലത്തും ഞങ്ങൾ വ്യക്തമാക്കാറുണ്ട്. ഈ വിഷയത്തിലും SFIയുടെ നിലപാട് വളരെ കൃത്യവും വ്യക്തവുമാണ്. പ്രഖ്യാപിത നിലപാടാണ്, സംഘടനയുടെ പ്രഖ്യാപിത നിലപാടാണ് താങ്കൾ പറയുന്നത്. ഈ പറയുന്നത് പോലുള്ള ഈ ബോധവൽക്കരണ പരിപാടികളും ഒരുപക്ഷെ നിങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നടത്തുന്നുണ്ടാകാം. പക്ഷേ അതിൽ ഒരു തവണ വീണു പോയവർ ഈ ബോധവൽക്കരണം കേട്ടങ്ങ് നന്നായി കളയും എന്ന് കരുതാൻ വയ്യല്ലോ. അതിൽ പോയവരെ പുറത്തെത്തിക്കേണ്ടതുണ്ട്. അത് ഒരു കടമ. അതിലപ്പുറം ഈ ക്യാമ്പസുകളിൽ, ഹോസ്റ്റലിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ടോ, ഇവിടെ ഈ സൂക്ഷിക്കുന്നുണ്ടോ, ഇത്തരം പരിശോധനകൾ നിങ്ങൾ തന്നെ ഒരു സംഘം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഒരു റെയ്ഡ് നിങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ചെയ്തില്ലെങ്കിലാണ് ഇപ്പോൾ പോലീസ് ക്യാമ്പസിൽ കയറുന്നതിനെയൊക്കെ ശ്രീ ദാമോദർ പ്രസാദ് എതിർക്കുന്നുണ്ട്. പക്ഷേ അതല്ലാതെ വഴിയില്ലായിരുന്നു. ഇപ്പോൾ കഞ്ചാവ് അളക്കാനുള്ള ത്രാസ്, അത് ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണം, കഞ്ചാവ് ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഉപകരണം, ഇതൊക്കെയാണ് അവിടെ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ സംഘടന അതിൽ ആ രീതിയിലുള്ള പ്രവർത്തനം വിജയകരമായിരുന്നുവെങ്കിൽ നിങ്ങളിൽപ്പെട്ടവരിൽ തന്നെ ഇതിന്റെ ഭാഗമാകുമായിരുന്നില്ലല്ലോ. ഞങ്ങളിൽപ്പെട്ടവർ എന്ന് സ്മൃതി ആവർത്തിച്ച് പറയുന്നതിലുള്ള പ്രശ്നം ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. അത് ഇന്നലെയും ഇന്നുമായി വ്യത്യസ്ത വാർത്താ സമ്മേളനങ്ങളിലൂടെ, മാധ്യമ പ്രതികരണങ്ങളിലൂടെ, ചർച്ചകളിലൂടെ എല്ലാം ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. 2 കിലോഗ്രാമിനടുത്ത് കഞ്ചാവ് സൂക്ഷിക്കപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതി ആകാശ് SFIയുമായി യാതൊരു ബന്ധവുമുള്ള ആളല്ല. അദ്ദേഹം KSUവിന്റെ പ്രവർത്തകനാണ് എന്ന് പറയുകയുണ്ടായി. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട ഷാലിഖ് KSUവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചയാളാണ്. അത്തരത്തിൽ KSUവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരെല്ലാം ഇതിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ 2 കൂട്ടരെയുമല്ലേ പറഞ്ഞത്. ഞാൻ മുഹമ്മദ് സാദിഖ്, ഞാൻ പറയുന്നത് നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. KSUമുണ്ട്, SFIയുടെ പ്രതിനിധിയും അതിന്റെ ഭാഗമായിട്ടുണ്ട്. നിങ്ങളൊരു ഒരാളെ ഇപ്പോൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ സംഘടനയുടെ ഭാഗമായി നിന്ന് അത് ഒരു മറയാക്കി നിന്ന് ഇത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളൊരു ധൈര്യമാണല്ലോ. ആ ധൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അത് കേസിനോടുള്ള ചോദ്യമാണ്, നിങ്ങളോട് മാത്രമായി ചോദിക്കുകയല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ മറയാക്കി കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഒരു വിദ്യാർത്ഥിയും ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടില്ല എന്നുള്ള കൃത്യമായ ഉത്തരവാദിത്വ ബോധം ഞങ്ങൾക്കുണ്ട്. ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഞങ്ങളുടെ അനുഭാവി അത്തരത്തിൽ പെട്ടാൽ അതിൽ കൃത്യമായ നടപടി സ്വീകരിക്കാനുള്ള സംഘടനാപരമായ ഉത്തരവാദിത്വവും ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇത്തരം കേസുകൾ വരുമ്പോൾ
ഇത്തരം കേസുകൾ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇതിന്റെ ഈ പ്രശ്നത്തിന്റെ മെറിറ്റിനെ മുൻനിർത്തി ചർച്ച ചെയ്യുന്നതിന് പകരം, യഥാർത്ഥ കാരണങ്ങളിലേക്ക് ചർച്ചയെ കൊണ്ടുപോകുന്നതിന് പകരം, ഇന്നലെ താങ്കളുടേതടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താണ്? SFI ആണ് ഇതിന്റെ കേന്ദ്രം എന്നുള്ള വലിയൊരു നരേഷൻ സൃഷ്ടിക്കുകയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അതെല്ലാം ഏറ്റെടുക്കുകയും SFI നിരോധിക്കണം എന്നുള്ള രൂപത്തിലേക്ക് ഈ ചർച്ചയെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയെല്ലാം ചെയ്തു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, SFIയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെയോ അനുഭാവിയുടെയോ പേര് എവിടെയെങ്കിലും പരാമർശിക്കപ്പെടുമ്പോഴേക്ക് SFIക്കെതിരായി ശക്തമായി വിഷയത്തെ കൊണ്ടുവരികയും അതിൽ KSUക്കാർ പെടുന്നതോടുകൂടി ഇത് കക്ഷിരാഷ്ട്രീയ സംബന്ധമായ പ്രശ്നമല്ലെന്നും പൊതുവിഷയമാണ് എന്ന് സ്വീകരിക്കുന്ന ഒരു മാധ്യമ ഇരട്ടത്താപ്പ് കൂടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.